ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വൈറൽ ഹിറ്റ് എന്നൊരു ജാപ്പനീസ് ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 6 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഷിമുറയെ അടിച്ചിട്ടേക്കുന്ന സ്ഥലത്തേക്ക് അക്കി വരും. അപ്പോൾ അവന് ബോധം വരുന്നു. ശേഷം മഞ്ഞത്തലയിലും അവിടെ എത്തും. എന്ത്, അവന് വാണിംഗ് തന്നെന്നോ? ആർക്കോ നമ്മുടെ വളർച്ചയിൽ അസൂയ തോന്നി. അങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ. നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ ഭയങ്കര സെക്യൂർ ആണല്ലോ, പിന്നെ ആരാ അത് ഹാക്ക് ചെയ്യുന്നത്? ഇനി നീ എങ്ങാനും വല്ല സൈറ്റിലെ ഫിഷിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനൊന്നുമല്ല. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അവൻ റൂമിയുടെ കൂടെയുള്ള സമയം ഇവർ അവൻ്റെ ചാനൽ എടുക്കാൻ ആവശ്യപ്പെടും. അതിനായി അവൻ യൂസർ നെയിമും പാസ്വേഡും അടിക്കുന്ന നേരത്ത് റൂമി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം അതാണെന്ന് അവന് മനസ്സിലാവും. പക്ഷെ അവനത് പുറത്ത് കാണിക്കില്ല. ശേഷം സ്കൂളിൽ വെച്ച് അവളോട് നിനക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ പാസ്വേഡ് അറിയാലേ? അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിയാൻ നിൽക്കുമ്പോൾ ഇവൻ വിടില്ല. ഞങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡായി. ആ നേരത്ത് തന്നെ 2 പയ്യന്മാർ അവനെ ആക്രമിക്കുകയും ചെയ്തു. നീയാണ് കാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഇപ്പോൾ അടുത്തൊരു ഏജൻസിയിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞ് അവൾ പോകും. ശേഷം ഷിമുറയെ കണ്ട സാമിയ എന്തോ ഒരു മുറിവ്, വീണ്ടും തല്ലുകൂടിയോ? ഇല്ല, ഇത് ഇരുട്ടത്താരോ ചെയ്ത പണിയാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്നലെ തരാൻ മറന്നു എന്ന് പറഞ്ഞ് ആ കർച്ചീഫ് തിരിച്ചു കൊടുക്കും. അന്ന് പറഞ്ഞ കഫേ ഡേറ്റിന് എപ്പോഴാ പോവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും. അപ്പോഴാണ് മഞ്ഞത്തലേൻ്റെ മെസ്സേജ് വരുന്നത്. എനിക്കറിയാം അതാരാ ചെയ്തതെന്ന്. ശേഷം റൂമി അവിടുത്തെ സിഇഒയോട് വൈറൽ ഹിറ്റിൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായി. എന്തായാലും ഇനി നിനക്ക് അവരെക്കുറിച്ചോർത്ത് പേടിക്കണ്ടല്ലോ. അതെ, പക്ഷേ എനിക്ക് ഇനിയും ഫോളോവേഴ്സ് വേണം. അതൊക്കെ ഞാൻ നടത്തി തരുമെന്ന് പറയും. ശേഷം ഷിമുറയോട് റൂമി ഒരു ഇൻഫ്ലുവൻസർ ഏജൻസിയിൽ കയറിയിട്ടുണ്ട്, ആ സൈറ്റ് കാണിച്ചു കൊടുക്കും. അതിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഇവനെ അടിച്ച ആ 2 പേരെയും കാണും. ശരിക്കും അത് അവരുടെ ആൾക്കാരായിരിക്കും. മഞ്ഞത്തലേൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സോൾവ് ആക്കണം. എന്നാലേ അക്കിയുടെ അടുത്ത് എനിക്കൊരു വിലയുണ്ടാവും. അതെന്തിന്? അവളെന്ത് ചെയ്യാനാ നിന്നെ? നിനക്കറിയാലോ, എനിക്ക് അവളോടൊരു ക്രഷ് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നിനക്കിതുവരെ മനസ്സിലായില്ലേ? എന്നിട്ട് അവർ അക്കിയുടെ വീട്ടിലേക്ക് ചെന്ന് ആ 2 പയ്യന്മാരെ കാണിച്ചു കൊടുക്കും. ഇവരാണ് എന്നെ രാത്രി അറ്റാക്ക് ചെയ്തത്. പിന്നെ റൂമിയാണ് ഇതിൻ്റെ പിന്നിൽ. അവൾ അല്ലെന്ന് പറയുമെങ്കിലും എനിക്കുറപ്പാണ് അവൾ തന്നെയാണത്. പക്ഷെ ചാനൽ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇതൊരു സൈബർ ക്രൈം അല്ലേ? അപ്പോൾ അതിൽ ഒരു റിസ്ക് ഉണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ കണ്ടൻറ്റ് ഫൈറ്റ് ആണല്ലോ. നമ്മൾ വയലൻസ് വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന കാര്യം അവർ അറിഞ്ഞാൽ അത് നമുക്ക് തന്നെ പണിയാവും. അപ്പോൾ നമുക്ക് അടുത്ത ഒപ്പോണൻറ്റിനെ കണ്ടുപിടിക്കാം. എന്നെ അടിച്ചവന്മാരോട് തന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. ശേഷം ഷിമുറ എന്നാലും എങ്ങനെയാ 2 പേരുടെ ഒപ്പം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുക? ആ സമയത്താണ് കോഴിത്തലേൻ്റെ പുതിയൊരു വീഡിയോ വരുന്നത്. മൾട്ടിപ്പിൾ ഒപ്പോണൻസിൻ്റെ കൂടെ എങ്ങനെ ജയിക്കാമെന്നാണ് ആ വീഡിയോ. അതിൽ മാർഷൽ ആർട്സ് പഠിക്കാത്ത ഒരുത്തൻ 2 പേരുടെ കൂടെ ഒപ്പം ഫൈറ്റ് ചെയ്താൽ എന്തായാലും തോൽക്കും. നിങ്ങൾക്ക് ജയിക്കണമെന്ന് അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ 10 ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷേ മാർഷൽ ആർട്സ് അറിയാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത ആളാണെങ്കിൽ ചെയ്യേണ്ട ടെക്നിക്ക് തോറ്റു കൊടുക്കുക എന്നാണ്. അതെന്ത് തേങ്ങ എന്ന് ആലോചിച്ച് നിൽക്കും അവൻ. ശേഷം അവൻ്റെ അമ്മയെ കാണിക്കുന്നു. ഇവൻ സ്കൂൾ നന്നായി എൻജോയ് ചെയ്ത് ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്കുകയാണെന്നാണ് അമ്മയുടെ വിചാരം. അവിടേക്ക് ഡോക്ടർ വന്ന് ഇന്ന് നല്ല ഉഷാറിലാണല്ലോ എന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഡോക്ടറിൻ്റെ ചിരിയൊക്കെ മായുന്നുണ്ട്. കാരണം എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ശേഷം ഷിമുറയെ അടിച്ച ആ 2 പേരുടെ ലൈവാണ് കാണിക്കുന്നത്. ഇവരുടെ മെയിൻ കണ്ടന്റ് പ്രാങ്ക് ആണ്. അങ്ങനെ ഒരു പെണ്ണിനെ പ്രാങ്ക് ചെയ്യുന്നതിനിടയിലാണ് അവിടേക്ക് ഷിമുറ വരുന്നത്. വേറൊരു ലുക്കൊക്കെ പിടിച്ച് അക്കി ലൈവ് തുടങ്ങിയെന്ന കാര്യം എല്ലാവരെയും അറിയിക്കും. ഇവൻ എങ്ങനെയാ ഇത്ര ഹൈറ്റ് വെച്ച്? ഇത് മറ്റേ വൈറൽ ഹിറ്റിൻ്റെ ആളല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയ പാസ്വേഡ് പറഞ്ഞു തന്ന് സ്ഥലം വിടാൻ നോക്കും. അപ്പോൾ ഞങ്ങൾ ലൈവിലാണ്. അങ്ങനെ നടക്കുന്ന നേരം ഷൂ കാലിൽ നിന്ന് ഊരിപ്പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലായി കുറച്ച് ഹൈറ്റ് തോന്നിക്കാൻ ഓരോന്നും കുത്തി നിറച്ചിട്ടുണ്ടാവും. അത് കണ്ട് അവന്മാർ ചിരിക്കും. അതുപോലെ വലിയ ശരീരം തോന്നിക്കാൻ മേലും എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതും അവന്മാർ പൊക്കും. കമൻസിൽ ആൾക്കാർ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരുടെ അടി തുടങ്ങും. കിട്ടിയ ഗ്യാപ്പിന് അവൻ ഓടും. ഇവന്മാരും പിന്നാലെ ഓടുന്നു. ശേഷം ഒരു റേസൊക്കെ നടക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഷിമുറ അവന് പറ്റാവുന്ന പോലെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് അക്കി ഇന്നത്തെ ലൈവ് കഴിഞ്ഞു, അതുകൊണ്ട് ആ പാസ്വേഡ് തന്ന് വീട്ടിൽ പോകാൻ നോക്കും. അങ്ങനെ ആ പാസ്വേഡ് കിട്ടി ഇവർ ആ വേറൊരു പാസ്വേഡാക്കി ചേഞ്ച് ചെയ്യുന്നു. മഞ്ഞത്തലേൻ എന്നാലും ഇങ്ങനെ ഒരു അടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്റെ കാര്യം തീർന്നെന്ന്. അപ്പം ഞാനും അങ്ങനെ കരുതിയേ. പക്ഷേ എന്തോ ഒരു ധൈര്യം വന്നു. എന്തെന്നറിയില്ല. ചില സമയം ഭയങ്കര പേടിയായിരിക്കും, ചില സമയത്ത് നല്ല ധൈര്യവും. ശേഷം ഷിമുറ ലൈവിൽ കുറച്ച് പേര് ചാനൽ ഹാക്ക് ചെയ്യാൻ നോക്കിയ കാര്യങ്ങളൊക്കെ അതിലൂടെ പറയും. ഇവരൊരു സെക്കൻഡ് ചാനലിൽ നിന്നാണ് ഫൈറ്റിൻ്റെ ലൈവൊക്കെ എടുത്തത്. എന്നിട്ട് ഡൊണേഷൻ നോക്കുമ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ശേഷം ഒരുത്തനിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ രണ്ടെണ്ണം വന്ന് കുറേ ആയാലും ഇരിക്കുന്നത് മാറാറായില്ലേ എന്ന് ചോദിച്ച് അവനെ തള്ളും. അതിൽ അവൻ ആ ഗെയിം തോറ്റുപോകുന്നു. ഇവൻ്റെ നോട്ടം കണ്ട് നീ എന്താ വൈറൽ ഹിറ്റ് 2.0 ആണോ? അവൻ 100 രൂപ തായോന്ന് പറയും. എന്നിട്ട് അവന്മാരെ അടിച്ച് ആ 100 രൂപയും കൊണ്ട് പുറത്തേക്ക് വരും. അപ്പോഴാണ് ആരാണ് ഈ വൈറൽ ഹിറ്റ് എന്നവൻ സെർച്ച് ചെയ്യുന്നത്. അതിലെ ഫൈറ്റൊക്കെ അവൻ കാണും. ശേഷം ഷിമുറ അമ്മയുടെ അടുത്തുണ്ട്. മോനെ, നീ ഈ സ്ട്രീമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തേ? ഇപ്പോൾ ഉള്ള എല്ലാ കുട്ടികൾക്കും സ്ട്രീമേഴ്സ് ആവാനാണ് താല്പര്യം. ഒരു സർവേ കാണിച്ചു കൊടുക്കും. എന്തായാലും എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് പറയുന്നു. അത് വായിച്ചപ്പോൾ എന്തു തോന്നി? അപ്പോൾ എനിക്കൊരു കുറ്റവും തോന്നിയില്ല. പക്ഷെ ഒരു പാരൻ്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ നിന്നെപ്പോലെ നല്ലൊരു ജോലി ചെയ്യാനേ ഞാൻ പറയൂ. ശേഷം വൈറൽ ഹിറ്റിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഷിമുറ എവിടെ? ആർക്കറിയാം. എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോയിരുന്നു. ചിലപ്പോൾ സാമിയനെ കാണാനായിരിക്കും. ഒരു ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അക്കി ആകെ സാഡാവും. മഞ്ഞത്തലയിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ അച്ഛനകത്തേക്ക് വരുന്നത്. നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ മോളെ തൊടാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല, അച്ഛന് തോന്നിയതായിരിക്കും. അച്ഛനോ? ആരുടെ അച്ഛൻ? അക്കി, നീ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ എപ്പോഴും ആണുങ്ങളെയാണല്ലോ ഇവിടേക്ക് കൊണ്ടുവരാറ്. അപ്പം അങ്ങനെ ഒന്നുമില്ല, അച്ഛൻ പോയേ. അക്കി, ഞങ്ങൾ US-ലായിരുന്നു. 12 വർഷമായി അച്ഛന് അവിടെയായിരുന്നു ജോലി. അപ്പോൾ അതിൻ്റെ ടഫ്നെസ് ആണത്. ശേഷം ഷിമുറ സാമിയുടെ കൂടെയാണുള്ളത്. അവൾ നിനക്ക് എന്തേലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. ഓക്കെ, ഈ അവസരം മുതലാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് എൻ്റെ വീട് ഭയങ്കര വലുതാണല്ലേ എന്ന് ചോദിക്കും. അല്ല, ഞാനിതെന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഞാൻ അന്ന് കർച്ചീഫ് തിരിച്ചു തരാൻ പിന്നാലെ വന്നപ്പോൾ കണ്ടതായിരുന്നു. എന്തിനാ പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്? അപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ ഷിമുറ അവൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് പറയാനായി നിൽക്കും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞത് ഒഴിവാക്കും. ശേഷം മഞ്ഞത്തലയിൽ ഓടി വന്ന് അടുത്ത ഒപ്പോണന്റിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഷിൻജോ എന്നാണ് പേര്. ടൈക്കോണ്ടോ ചാമ്പ്യനാണ്. അങ്ങനെയാണെങ്കിൽ വ്യൂസ് നന്നായി കയറും. കമൻസിലൊക്കെ അവൻ്റെ പേരാണ്. അവൻ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. വലിയ പ്രശ്നക്കാരനുമാണ്. അക്കി, അത് കുറച്ച് ഡേഞ്ചർ അല്ലേ? അത്രയും സ്കിൽഫുള്ളായ ഒരുത്തനുമായി ഫൈറ്റ് ചെയ്യുന്നത്. അതെ, അത് തന്നെ എന്ന് ഷിമുറയും പറയും. പക്ഷെ അത് തന്നെയാണ് വ്യൂവേഴ്സിൽ ഹൈപ്പ് ഉണ്ടാക്കുന്നത്. കമൻറ്റിൽ ഷിൻജോ തന്നെ അവരെ ഫൈറ്റ് ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ശേഷം ജോലി സ്ഥലത്ത് വെച്ച് സാമിയയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. ഇവരന്ന് കഫേയിൽ നിന്ന് എടുത്ത ലൈവ് കട്ട് ചെയ്ത് വൈറൽ ഹിറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വേറെ ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്തായിരിക്കും അത്. അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ എന്ന് പറയും. ശേഷം ഹോസ്പിറ്റലിലെ ഡോക്ടർ ടെസ്റ്റ് റിസൾട്ട് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇനിയും ഇമ്പ്രൂവ് ആവും. അപ്പോഴാണ് അവിടെയുള്ള കുട്ടികൾ ഓ അവൻ ജയിച്ചോ എന്നൊക്കെ ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. എന്താ കാണുന്നതെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ വൈറൽ ഹിറ്റ് ഭയങ്കര ഫേമസ് ആണ്. അതിൽ ഷിമുറയുടെ ഫൈറ്റാണ് അവർ കണ്ടോണ്ട് നിൽക്കുന്നത്. പക്ഷെ ഡോക്ടറിന് അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനടുത്തായി അവൻ്റെ അമ്മയും കിടക്കുന്നുണ്ട്. ശേഷം മഞ്ഞത്തലയിൽ ഷിമുറയെ വിളിച്ച് നീ എവിടെയാ? ഞാൻ വർക്കിന് പോവാണ്. അക്കി പ്രശ്നത്തിലാണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഷിൻജോ ഇവരെ കാണാൻ വന്നിട്ടുണ്ട്. ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കതിൽ താല്പര്യമില്ലെന്ന് പറയും. അപ്പോൾ നിന്നോട് ചോദിച്ചില്ല, ഇവനാണ് അന്ന് 100 രൂപ വാങ്ങിക്കൊണ്ട് പോയവൻ. അപ്പോഴാണ് ഷിമുറ അവിടേക്ക് വരുന്നത്. നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. എങ്കിൽ നിന്റെ ചാനൽ എനിക്ക് തായോ എന്ന് പറഞ്ഞ് മറ്റവനെ ചവിട്ടി തെറിപ്പിക്കും. എനിക്കറിയാം നിങ്ങൾ കുറേ കാശുണ്ടാക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അവനെ കുറേ അടിക്കാൻ തുടങ്ങും. ഇത് കണ്ട ഷിമുറ നിർത്തുമെന്ന് പറഞ്ഞ് അവൻ്റെ ആ കിക്ക് എടുക്കും. പക്ഷെ അപ്പോൾ തന്നെ അവൻ മാറിക്കളയും. എന്നിട്ട് അടിക്കാൻ വരുമ്പോൾ അവൻ കിക്ക് ചെയ്യും, പക്ഷെ കൊള്ളിക്കില്ല. മഞ്ഞത്തലയിലെ വീണ്ടും അടിക്കുമ്പോൾ അക്കി ഇടപെടും, അവളെയും തടയും. മറ്റവന് ശ്വാസം കിട്ടുന്നില്ല. ഇതൊക്കെ കണ്ട ഷിമുറ വേണ്ട, നിർത്ത്, ഞങ്ങൾ ചാനൽ തരാം. എന്നാൽ ആ കാര്യം അനൗൺസ്മെൻ്റായി എല്ലാവരെയും അറിയിക്കുമെന്ന് പറയും. ശേഷം അവനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ഷിൻജോന് ആ ചാനൽ കൊടുക്കരുതെന്ന് പറയും. അത് നമ്മുടെ ചാനലാണ്. പണ്ട് മുട്ടയുടെ അടി വാങ്ങിയിരുന്ന നീ അവനെ തിരിച്ചടിച്ചില്ലേ? അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്കൊക്കെ എങ്ങനെ അവനെ തോൽപ്പിക്കാനാ? അപ്പോഴാണ് അക്കി വരുന്നത്. പക്ഷേ അപ്പോഴത്തെ അവൻ്റെ ആ ദേഷ്യത്തിൽ അവരോട് അവിടുന്ന് പുറത്തു പോവാൻ പറയുന്നു. ശേഷം രാത്രി ഷിമുറയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
അതുകൊണ്ട് അവൻ ഷിൻജോയുടെ അടുത്തേക്ക് ചെല്ലും. നീ എല്ലാവരെയും അറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്തായാലും ആ ചാനൽ നിനക്ക് തന്നെ തരും. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, നീ എന്നെ തോൽപ്പിക്കണം. 1 മാസം കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് വെക്കാം. അപ്പോൾ നീ സ്ഥലവും സമയവും പറ, എല്ലാം നിന്റെ ഇഷ്ടമെന്ന് പറയും. ശേഷം ഈ കാര്യം അവരോട് പറയും. നീ എന്ത് വിചാരിച്ചാ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്? എന്തിനാ ഇങ്ങനെയൊക്കെ? പൈസയ്ക്ക് വേണ്ടി, അല്ലാതെ എന്തിനാ? ശേഷം അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് മുതലാളിയോട് 1 മാസം ലീവ് ചോദിക്കും. എന്തിന്? നീ രഹസ്യമായി പഠിച്ച് അബ്രോഡിലേക്കും പോവാനാണോ? അങ്ങനെ എന്തേലും? നീ ആകെ വരുന്നത് പാർട്ട് ടൈമാണ്, അതിന് 1 മാസം ലീവോ? അപ്പോൾ സാർ എങ്ങനെയും സെറ്റാക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഓടും. സാമിയ, എന്താ നിനക്ക് വേറെ വല്ല ഫൈറ്റുണ്ടോ? ഉണ്ടെന്ന് പറയും. ഈ ഫൈറ്റ് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ പുറത്തു പോകാം. എനിക്കന്ന് പറയാൻ പറ്റാതിരുന്ന കാര്യം ഞാൻ അന്ന് പറയുമെന്ന് പറയും. ശേഷം ഓഗിയെ കാണിക്കുന്നു. അവൻ ട്രെയിനിങ്ങിലായിരിക്കും. അവിടേക്ക് ഷിമുറ വന്ന് അവൻ്റെ ഫൈറ്റിനെ കുറിച്ച് അവനോട് സംസാരിക്കും. ടൈക്കോണ്ടോ അല്ലേ? 1 മാസം കൊണ്ട് ഫൈറ്റൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അവൻ പോവാൻ നേരത്ത് അവിടെയുള്ള കോച്ച് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. ശേഷം കോഴിത്തലേൻ്റെ ചാനൽ നോക്കുമ്പോൾ പുതിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അവനെ കാണാൻ ഒരാൾ വരും. അന്ന് മഞ്ഞത്തലയൻ കാണിച്ച ബാഡ് ഫെലോസ് എന്ന ഫൈറ്റിംഗ് ഷോൻ്റെ നടത്തിപ്പുകാരനാണ് അയാൾ. നീയല്ലേ വൈറൽ ഹിറ്റിലെ ഷിമുറ? ഞാൻ ബാഡ് ഫെലോസ് എന്ന പ്രോഗ്രാമിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. കുവാട്ട എന്നാണ് ഇയാളുടെ പേര്. ഞങ്ങളുടെ ഷോയിലെ സ്റ്റാർ ആകുന്നോ? ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഫേമസ് ആകും. അപ്പോൾ അവൻ, എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ആവാനല്ല ഞാൻ നോക്കുന്നു. അപ്പോൾ നിനക്ക് കാശിന് എന്ത് അത്യാവശ്യം വന്നാലും എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശേഷം സാമിയ വർക്ക് ചെയ്യുന്നതിനിടയിൽ അവളുടെ അച്ഛൻ അവിടേക്ക് വരും. അച്ഛനറിയില്ല അവൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യം. ആ വൈറലായ വീഡിയോസ് കണ്ടിട്ടാണ് അച്ഛൻ ഇതറിഞ്ഞത്. ശേഷം ഓഗിയുടെ കോച്ച് വൈറൽ ഹിറ്റിൻ്റെ ഫൈറ്റിംഗ് വീഡിയോസ് കാണും. ശേഷം അവൻ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയം ഒരു നോട്ടിഫിക്കേഷൻ വരും. കോഴിത്തലയൻ എങ്ങനെ ഒരു ടൈക്കോണ്ടോ ഫൈറ്ററിനെ തോൽപ്പിക്കാം എന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവന് എന്ത് ഫൈറ്റാണോ നടക്കാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കും കോഴിത്തലയൻ പുറത്തു വിടുന്നത്. അങ്ങനെ 1 മാസത്തിന് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഷിൻജോൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വന്നേക്കാണ്. പെട്ടെന്ന് അവൻ ഓടുന്നു. ഇവൻ പിന്നാലെ ഓടും. അങ്ങനെ ഓടി ഓടി ഒരു ടോയ്ലറ്റിലേക്ക് ചെല്ലും. ആദ്യം തന്നെ അവനെ നനപ്പിക്കും. അക്കിയോട് പുറത്ത് തന്നെ നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഈ ലൈവ് കാണുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ അടി ഷിമുറക്ക് തന്നെ കിട്ടും. നീ എന്താടാ എൻ്റെ മേൽ വെള്ളം തെറിപ്പിച്ച് തോപ്പിക്കാമെന്ന് വിചാരിച്ചോ? നല്ല അടി കൊടുക്കും. പക്ഷെ അവൻ വീണ്ടും വെള്ളം തെറിപ്പിച്ച് അവനെ അടിക്കാൻ നോക്കും. ഇതൊക്കെ അവൻ കോഴിത്തലേൻ്റെ ക്ലാസ് കേട്ട് പഠിച്ചതായിരിക്കും. അങ്ങനെ അവനെ അനങ്ങാൻ സമ്മതിക്കാതെ 10 സെക്കൻഡ് പിടിച്ചു നിർത്തും. ഷിൻജോ ആകെ ക്ഷീണിക്കും എന്ന് കരുതിയ ഷിമുറക്ക് തെറ്റി. മണ്ടൻ, നീ ശരിയായിട്ടല്ല ചെയ്തതെന്ന് പറഞ്ഞ് അവനെ അടിക്കും. നല്ല രീതിക്ക് പടക്കാൻ തുടങ്ങും. പണ്ട് ഇവൻ ഒരുത്തനെ കൊന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.